സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രണ്ടാം ഘട്ട ഹജ്ജ് പഠന ക്ലാസിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജനുവരി 26-ന് തളിപ്പറമ്പ് സൂര്യ ഓഡിറ്റോറിയത്തിൽ നടക്കും. സംസ്ഥാന വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പഠന ക്ലാസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പയ്യന്നൂർ, തളിപ്പറമ്പ്, കല്യാശ്ശേരി നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള ഹജ്ജ് യാത്രികരാണ് പഠന ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതെന്ന് ഹജ്ജ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി നടത്തിവരുന്ന സാങ്കേതിക ക്ലാസുകളുടെ രണ്ടാം ഘട്ട സംസ്ഥാനതല ഉദ്ഘാടനം ജനുവരി 26-ന് ഉച്ചയ്ക്ക് 12:30 മണിക്ക് തളിപ്പറമ്പ് സൂര്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ ഹജ്ജ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന ഹജ്ജ് കാര്യ വകുപ്പ് മന്ത്രി, ഹജ്ജ് വഖഫ് ന്യൂനപക്ഷ കായിക കാര്യ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അത് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ഹജ്ജ് കമ്മിറ്റിയുടെ സംസ്ഥാന ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അധ്യക്ഷത വഹിക്കും. പയ്യന്നൂർ, തളിപ്പറമ്പ്, കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ MLA-മാരും തളിപ്പറമ്പ് മുനിസിപ്പൽ ചെയർമാനും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളും ഈ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് പയ്യന്നൂർ, തളിപ്പറമ്പ്, കല്യാശ്ശേരി എന്നീ മണ്ഡലങ്ങളിൽ യാത്ര പുറപ്പെടുന്ന ഹജ്ജാജികൾക്കുള്ള സാങ്കേതിക ക്ലാസുകളും അവിടെ വെച്ച് നടക്കും. തുടർന്ന് ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും മണ്ഡലാടിസ്ഥാനത്തിൽ സാങ്കേതിക ക്ലാസുകൾ നടക്കും. എല്ലാ 3 ഘട്ടങ്ങളിലായാണ് ഹജ്ജ് യാത്രയ്ക്കുള്ള സാങ്കേതിക ക്ലാസുകൾ നടക്കുന്നത്. ഹജ്ജ് യാത്രയ്ക്ക് ഒരുങ്ങുന്നത് മുതൽ പരിശുദ്ധ മക്കയിലെത്തി ഹജ്ജ് കർമ്മം പൂർണ്ണമായും നിർവഹിച്ച് തിരിച്ച് എത്തുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങൾ അനുഷ്ഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് സാങ്കേതിക ക്ലാസ്സിൽ പറയുന്നത്. മതപരമായ ക്ലാസുകൾ നടത്തുന്ന ഒരുപാട് സംഘടനകൾ പറയുന്നുണ്ടെങ്കിലും അതിലൊന്നും ഹജ്ജ് കമ്മിറ്റി ഇടപെടാറില്ല. ഹജ്ജ് കമ്മിറ്റി സാങ്കേതികമായ കാര്യങ്ങൾ, അവർ യാത്രയ്ക്ക് ഒരുങ്ങുന്ന കാര്യങ്ങൾ, സൗദി അറേബ്യയിലെത്തിയാൽ അവിടുത്തെ നിയമവുമായി അനുസരിച്ച് എങ്ങനെയൊക്കെ പെരുമാറണം, എങ്ങനെയൊക്കെ മുമ്പോട്ട് പോകണം എന്നുള്ള ക്ലാസ്സുകളാണ് നടത്തുന്നത്. കാലാകാലമായി അവിടുത്തെ മറ്റൊരു രാജ്യമാകുമ്പോഴുണ്ടാകുന്ന അവിടുത്തെ നിയമവ്യവസ്ഥിതിയായുള്ള കാര്യങ്ങളൊക്കെ പുതുതായി ഹജ്ജിന് പോകുന്നവരെ ധരിപ്പിക്കുകയും അവർക്കുള്ള പരിശീലനം നൽകുകയാണ് ചെയ്യുക. അപ്പോൾ ഒന്നാം ഘട്ടം ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് എല്ലാ സ്ഥലത്തും നടന്നത്. ഈ രണ്ടാം ഘട്ട ക്ലാസ്സിൻ്റെ ഒന്നാം ഘട്ട ക്ലാസ്സിൻ്റെ സംസ്ഥാന ഉദ്ഘാടനം താനൂരിൽ വെച്ചാണ് നടന്നത്. ഇത് രണ്ടാം ഘട്ട ക്ലാസ്സിൻ്റെ ഉദ്ഘാടനമാണ് തന്നെ നടത്തി വരാറ്. അത് നടക്കും. 2023 മുതലാണ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും യാത്ര പുറപ്പെടുന്ന ഹജ്ജാജികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഒരു വാർത്തയായി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ കാര്യങ്ങൾ എത്തണമെന്നുകൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എല്ലാ ക്ലാസ്സുകളിലും സംസ്ഥാനത്തിലുള്ള പല ആളുകളും ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി OV ജാഫർ, ഷംസുദ്ദീൻ അരിഞ്ചിറ, നിസാർ അതിരകം, CK സുബൈർ ഹാജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ, we'll treat you well. ചാല ഈസ്റ്റ്, കണ്ണൂർ.